നമസ്കാരം, TKK ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായി തന്നെയാണ് മഴ പെയ്യുന്നത്. വടക്കൻ മേഖലയായ കോഴിക്കോട് ജില്ലയിലെ തലയാട്, കക്കയം, കട്ടിപ്പാറ മേഖലകളിലും അതിശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്നുണ്ട്. മഴ ശക്തമായതോടെ ഇന്നലെയോടുകൂടി കക്കയം ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. കുറ്റിയാടി പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ വ്യാപകമായി. തലയാട് മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിൽ. പനങ്ങാട് പഞ്ചായത്തിലെ 25-ാം മൈൽ, 26-ാം മൈൽ, ചീടിക്കുഴി, മനിച്ചേരി, കാവുംപുറം എന്നീ പ്രദേശങ്ങളിലാണ് മഴ കനത്തതോടെ വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കമലാക്ഷി നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം സന്ദർശിച്ചു. സ്ഥലത്തെത്തിയ വേളയിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ആവശ്യമായ ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് VM കമലാക്ഷി ഉറപ്പു നൽകി. മലയോര മേഖലയിൽ 2-3 ദിവസമായിട്ട് ഇപ്പൊ ഞങ്ങള് പഞ്ചായത്തിലുള്ളവരും എല്ലാ വില്ലേജ് ഓഫീസർമാരും എല്ലാ ആൾക്കാരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതേപോലത്തെ അവസ്ഥ ഇനി വരുവാണെങ്കിൽ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രികാലങ്ങളിൽ എല്ലാവരെയും മാറി താമസിക്കേണ്ട സ്ഥിതി വരും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സന്നദ്ധരായിരിക്കണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അവരെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ എല്ലാ പനങ്ങാട് പഞ്ചായത്തിന്റെ ഒപ്പം വീടുകളുടെയൊക്കെ എസ്റ്റിമേറ്റ് എടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് വന്നിട്ട് ഞങ്ങൾ എന്തായാലും നാളെ തന്നെ വില്ലേജ് ഓഫീസിലേക്കൊക്കെ കൊടുക്കും. വില്ലേജ് ഓഫീസിൽ കൊടുത്താൽ അവരത് മേലോട്ട് അയച്ചിട്ട് അതിന്റെ വിവരം കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതും കൂടുതൽ ഫണ്ട് ചെലവഴിക്കേണ്ടത് പഞ്ചായത്തല്ല, മറ്റ് ജില്ലയിൽ നിന്നാണ് വില്ലേജോ അവരൊക്കെയാണ് സഹകരിക്കേണ്ടത്. കാവുംപുറത്തുണ്ടായ വൻ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവിടെ താമസിക്കുന്ന 2 കുടുംബങ്ങളും ഭീതിയിലും ആശങ്കയിലുമാണ്. അപകടാവസ്ഥയിലായ വീടുകളിൽ തുടരുന്നത് ജീവന് തന്നെ ഭീഷണിയായതോടെ അടിയന്തര പരിഹാരവും സുരക്ഷിതമായ ക്രമീകരണങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും അതുപോലെ തന്നെ വീട് വളരെ വീണ്ടും മുളങ്ങി. ഞങ്ങൾ രാവിലെ കിടന്ന് ഒരു 8 മണിയായിരുന്നു എല്ലാം കൂടി ഇടിഞ്ഞു വീണത്. രാത്രി ഞങ്ങൾ ഉറങ്ങാതിരുന്നാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ആണ് രാവിലെ ഒരു ഇടിഞ്ഞെല്ലാം വീണ് നിൽക്കാം. അവര് മുകളിലുള്ളവരെ വീട് നമ്മളെ വീടിന്റെ മുളകി ഇടിഞ്ഞ് വീഴുന്ന പോലെ ഒരു നമ്മളെ വീടിന്റെ ബേക്കില് കംപ്ലീറ്റ് ഉൾഭാഗം പൊട്ടി. അധികാരികൾ ഇന്നലെ ഒന്നും വന്നില്ല. കൂടാത്തവരോ പിന്നെ മഴ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് കൊണ്ട് ഇന്ന് ആണ് എല്ലാവരും വന്ന് കണ്ട. അപ്പൊ അതിന്റെ ഒരു ശോചനീയാവസ്ഥ കണ്ട് നേരിട്ട് തന്നെ കണ്ടറിഞ്ഞാൽ കൊണ്ടുപോ പിന്നെ എന്താ വേണ്ട വെച്ചാൽ ഒരു നിർദ്ദേശിക്കും. ആ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കണം, അല്ലെങ്കിൽ അതിനൊരു പെട്ടെന്നുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ താമസിക്കുന്ന വീടാണ്. വീടിന്റെ മുകളിലേക്കാണ് സുരക്ഷാ ഭിത്തി. അതോടെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടും ഇപ്പോ കുറച്ച് വീടിട്ട് ആ ഒരു ഭീഷണിയിലാണ്. ഈ പഠിച്ച അയൽവാസിയായ വിനായട്ടന്റെ വീടും ഉൾവശവും കപ്പാടെ മിണ്ട അവസ്ഥയിലാണ്. ഇപ്പൊ 2 വീടും വാസയോഗ്യമല്ലാത്ത ഒരവസ്ഥയിലാണ്. ബന്ധപ്പെട്ട അധികാരികള്, പഞ്ചായത്തിലെ AU, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാര്, ദുരന്ത നിവാരണ കമ്മിറ്റി അംഗങ്ങള് എല്ലാവരും സന്ദർശനം നടത്തി വേണ്ട കാര്യങ്ങൾ ഉറപ്പ് നൽകാമെന്ന്, കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അവരൊന്ന് പോയത്. 2 വീടിന്റെ അവസ്ഥ ഇനി ഒരു വാസയോഗ്യമായതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അധികാരികൾ ഇതിന് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് നിരമായി അപേക്ഷിക്കുകയാണ്.